ഹോളി സ്പിരിറ്റ്, നന്ദിയോടെ സ്തുതിക്കുന്നു. അസാധാരണമായ വലിയ ദൈവ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വലിയ ദൈവകൃപ നമ്മുടെ മധ്യത്തിൽ പകരാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവിന് മനസ്സാകുന്ന വലിയ കൃപയോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി പുതിയ ദൈവമക്കൾ ഇന്ന് നമ്മുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ട് യൂട്യൂബിൽ. നിങ്ങൾക്കും എല്ലാ ദിവസവും ഞങ്ങളോടുകൂടെ രാവിലെയും വൈകുന്നേരവും ഈ ഓൺലൈൻ മീറ്റിംഗ്, ഈ സർവീസ് അറ്റൻഡ് ചെയ്യുന്ന ദൈവമക്കൾക്കും സൂമിലും യൂട്യൂബിലുമായിരിക്കുന്ന സകല ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ദൈവകൃപയാൽ 2.5 വർഷമായി ഈ ഒരു മീറ്റിംഗ് നടത്താൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യുന്നു. വളരെ വലിയ ഒരു അത്യന്തമായ ഒരു ശക്തി ഓരോ ദിവസവും ഈ പ്ലാറ്റ്ഫോമിൽ ദൈവം നൽകിക്കൊണ്ടിരിക്കുകയും ആ ശക്തിയാൽ ഈ പ്ലാറ്റ്ഫോമിനെ കർത്താവ് മുൻപോട്ട് നയിക്കുകയും ചെയ്യുന്നു. പൂർണ്ണമായിട്ടും ഒരു മനുഷ്യൻ്റെയും നാമമല്ല, എൻ്റെ കർത്താവ് എന്നെ കേൾപ്പിച്ചൊരു ദൈവശബ്ദമാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് ആ നാമം ഇതിനകത്ത് ഉയരണം എന്നുള്ള ഏക ആഗ്രഹത്തോടെ കർത്താവിൻ്റെ കൃപയാൽ ആരംഭിച്ച ഈ മീറ്റിങ്ങിന് പരിശുദ്ധാത്മാവ് നേതൃത്വം നൽകുന്നു. ദൈവം തന്നെ ഇതിൻ്റെ നായകനായിരിക്കുന്നു. ഇതിനകത്ത് ഒരുപാട് ദൈവമക്കൾ സൗഖ്യമായി, ഒരുപാട് പേരുടെ മേൽ നിന്ന് ദുരാത്മാക്കൾ പുറത്തുപോയി, ഒരുപാട് പേരുടെ ജീവിതത്തിൽ പുതുവഴികൾ തുറന്നു. അങ്ങനെ ഏറിയ സാക്ഷ്യങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ ദൈവമക്കളുണ്ട്. അതിൽ കുറേ പേർ തുടരുന്നു, കുറേ പേർ അവർ വിട്ടുപോയി. എന്നാലും അവർ ദൈവവുമായി ചേർന്ന് നിൽക്കുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെ ഞാൻ ആയിരിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കാൻ തയ്യാറാണ് നിങ്ങളെങ്കിൽ ഒരു മനുഷ്യനും പറയാൻ കഴിയാത്ത നിലയിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. ദൈവവുമായി ദൈവത്തെ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ. ദൈവ വചനത്തെയും നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. ദൈവത്തോളം ദൈവവചനത്തെ വിശ്വസിക്കാം. വചനവും ദൈവവും പറയുന്നതിന് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റം വരത്തില്ല. ദൈവവും ദൈവവചനവും പറയുന്നതിന് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റം വരത്തില്ല. ആ ദൈവശബ്ദമാണ് ഈ പ്ലാറ്റ്ഫോം. ആ ദൈവശബ്ദമാണ് താങ്കൾ എന്ന വ്യക്തികൾ. ഈ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ആ ദൈവം എന്നോട് പറഞ്ഞ വ്യക്തികളും ആ ദൈവം എന്നോട് പറഞ്ഞ അംഗങ്ങളുമാണ്. ഈ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ, സൂമിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിൽ അധികമായി വിശ്വസിക്കുകയും എനിക്ക് കഴിയുന്ന അത്രയും ആത്മാർത്ഥതയോടെ ഓരോ ദിവസവും ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ പ്രതിജ്ഞാബദ്ധനുമാണ്. ഞാൻ ചെയ്യേണ്ട ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് എൻ്റെ ആത്മാർത്ഥത ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്യുന്നു. ബാക്കി ചെയ്യേണ്ടത് കർത്താവാണ്. ഞാൻ ചെയ്യേണ്ട പാർട്ട് ഞാൻ ചെയ്യുമ്പോൾ കർത്താവ് ചെയ്യേണ്ട പാർട്ട് കർത്താവ് ചെയ്യും. എനിവേ, ഇന്നത്തെ അനുഗ്രഹീതമായ ഒരു ദൈവ സന്ദേശമാണ് കേട്ടോ. ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവ സന്ദേശമാണ്. എന്നാൽ വളരെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഞാൻ ഇതിനകത്തുനിന്ന് ഒത്തിരി പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളതാണ്. എന്നാലും അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ആശയവും ആഴവും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് അതെനിക്ക് വെളിപ്പെടുത്തി തന്നു. ഞാൻ ഇന്നത് വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ, ആ ദൈവവചന ഭാഗത്തു നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് എനിക്ക് പ്രാർത്ഥിച്ച് കയറണം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് വന്ന ഫോൺ കോൾസ് എന്ന് പറയുന്നത് അനേകർക്കും പ്രാർത്ഥിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ആത്മീയ ജീവിതത്തിൽ വളരണമെന്ന് ചിലരൊക്കെ കരഞ്ഞോണ്ട് എന്നോട് പറഞ്ഞേ, പക്ഷെ അവർക്ക് കഴിയുന്നില്ല. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ അവർക്കും അറിയത്തില്ല. അവർ പറയുന്നു പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നു, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കുറച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർന്നു പോകുന്നു. എല്ലാവരും ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദൈവകൃപയിൽ നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ
നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് പുതിയ ഒരു വേഷം, പുതിയൊരു അഭിഷേകം, പുതിയൊരു കവറിങ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒത്തിരി നമ്മൾ മുമ്പോട്ട് പോകത്തില്ല, നേരത്തെ തന്നെ ഇന്ന് ക്ലോസ് ചെയ്യും. എനിവേ 7:30 നിർത്തണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ചിലപ്പോൾ ഒരു 7:45 വരെ പോയേക്കും. അതിനകത്ത് വെച്ച് കർത്താവ് ചെയ്യാനുള്ളത് ചെയ്യും, സംസാരിക്കാനുള്ളത് സംസാരിക്കും. ആമേൻ. സന്തോഷമുള്ള എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊരു സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം. അതിന്റെ 13 തിരുവചനം മുതൽ ഞാൻ താഴേക്ക് വായിക്കുന്നു, ശ്രദ്ധിക്കാം. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. നമ്പർ 1, വാടിയ മുഖത്തോടെ നിന്നു. ക്ലയോപ്പാവ് എന്ന് പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ, നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്നുത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്പർ 2, പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായ നസറയനായ യേശു. വായിക്കാം താഴേക്ക്. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇത് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്നു. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ലതാനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ. ഇവിടെ മുതൽ യേശു സംസാരിക്കുകയാണ്. അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശെ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർക്കുവാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ലാസ്റ്റ് വേഴ്സ് വായിക്കുകയാണ്. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി പ്രാവശ്യം ഞാൻ ഈ തിരുവെഴുത്തുകളിൽ നിന്ന് വായിക്കുകയും ഇതിൽ നിന്ന് ആശയങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് ഈ തിരുവെഴുത്ത് എനിക്ക് തന്നപ്പോൾ എന്നെ ദൈവം പഠിപ്പിച്ച ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് അതിൽ നിന്ന് 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൈമാറി ദൈവത്തിൽ ശരണപ്പെട്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണശേഷം പുനരുത്ഥാനത്തെക്കുറിച്ച് സാക്ഷ്യം ചൊല്ലിയ, പുനരുത്ഥാനത്തെ കണ്ട ശിഷ്യന്മാരും മറിയമാരും ശലോമോയും ഒക്കെ
ആ ഒഴിഞ്ഞ കല്ലറകളെ കാണുകയും ദൂതന്മാരെ കാണുകയും ദൂതന്മാർ പറഞ്ഞത് കേൾക്കുകയും ഒക്കെ ഓരോരുത്തരായി പോയി കണ്ടത് വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ പുറകെ ആൾക്കാർ പോയി നോക്കുകയും കാണുകയും യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് മനസ്സിലാക്കുകയും, പക്ഷെ എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ക്ലെയോപ്പാവും ഭാര്യ മറിയയും അവരുടെ ഗ്രാമമാകുന്ന എമ്മവൂസിലേക്ക് യാത്ര തിരിക്കുകയാണ്. യാത്ര തിരിക്കുമ്പോൾ ഇവർ തമ്മിൽ യേശുക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും ന്യായപ്രമാണ കാര്യങ്ങളും എല്ലാം തന്നെ പറയുകയും തമ്മിൽ വാദിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്തു. എവിടെ തർക്കമുണ്ടോ അവിടെ വാദമുണ്ടെന്നല്ല, വാടലുണ്ട്. എവിടെ ഉത്തരം കിട്ടായ്മകളുണ്ടോ അവിടെയെല്ലാം പ്രസന്നമല്ലാത്ത മുഖങ്ങളുണ്ട്. എവിടെ മറുപടി കറക്റ്റ് ആകുന്നില്ലയോ അവിടെയെല്ലാം നിരാശയുണ്ട്. എവിടെ ആശിക്കുന്ന കാര്യം ആശിക്കുന്ന നിലവാരത്തിൽ എത്തിച്ചേരുന്നില്ലയോ അവിടെയെല്ലാം ആകുലതകളുണ്ട്. കർത്താവായ യേശു ക്ലെയോപ്പാവിനെയും ഭാര്യയെയും കണ്ടുമുട്ടുന്ന സമയം അവരുടെ ആദ്യ അവസ്ഥ എന്ന് പറയുന്നത് വാടിയ മുഖമായിരുന്നു. യേശുവിനെ കുറിച്ച് ക്ലെയോപ്പാവ് കേട്ടിട്ടുണ്ട്, ഭാര്യ കേട്ടിട്ടുണ്ട്, കാര്യങ്ങളെക്കുറിച്ചൊക്കെയും അറിയാമെങ്കിലും ഒന്നും അറിയാത്ത ഒരവസ്ഥയിൽ ഉത്തരമില്ലായ്മയുടെ മുൻപിൽ നിൽക്കുന്ന ദമ്പതികളാണ് ക്ലെയോപ്പാവും ഭാര്യയും. യേശുവിനെ അറിയുന്ന എല്ലാവർക്കും ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടില്ല. യേശുവിനെ മനസ്സിലാക്കിയ എല്ലാവർക്കും ഇതുവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉത്തരം കിട്ടിയിട്ടില്ല. യേശുവിനെ ആരാധിക്കുന്ന എല്ലാവരും ഇപ്പോഴും സന്തോഷവാന്മാരല്ല. യേശുവിനെ അറിഞ്ഞിറങ്ങിയ എല്ലാവരും ഇപ്പോഴും എല്ലാ കാര്യങ്ങളിലും കൺവിൻസിംഗ് അല്ല. പക്ഷേ ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ഇതിനകത്ത് വീണ്ടും ഒരു പൂർണ്ണതയുടെ ഉത്തരം കിടപ്പുണ്ട്. അതായത് ഞാൻ പറഞ്ഞത് അപൂർണതയും ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന പൂർണ്ണതയും ഇതാണ്. യേശുവിനെ അറിഞ്ഞു എങ്കിൽ യേശു നമ്മെ അറിഞ്ഞതുപോലെ നാം യേശുവിനെ അറിഞ്ഞിട്ടില്ല. യേശുവിനെ അറിഞ്ഞാണ് ഞാൻ ഇറങ്ങിയതെങ്കിൽ യേശു എന്നെ അറിഞ്ഞു വിളിച്ചതുപോലെ ഞാൻ ഇതുവരെ അവനെ അറിഞ്ഞിറങ്ങിയിട്ടില്ല. യേശുവിനെ ഞാൻ കേട്ടു എങ്കിൽ യേശു എന്നെ കേൾക്കുന്നത് പോലെ പൂർണ്ണമായ അളവിൽ ഞാൻ ഇന്ന് വരെ കേട്ടു എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ യേശുവിനെ കുറിച്ച് കേട്ടു, ദൂതന്മാരെ കുറിച്ച് കേട്ടു, ഒഴിഞ്ഞ കല്ലറ കണ്ടു, ദൂതന്മാർ സംസാരിച്ചു, യേശു എഴുന്നേറ്റ് പോയി, യേശുവിനെ ആരോ എടുത്തോണ്ട് പോയോ, യേശു ഉയർത്തെഴുന്നേറ്റു, ഇങ്ങനെ പല വാദമുഖങ്ങൾക്കകത്ത് പുനരുത്ഥാനം ഉണ്ടോ, മരണശേഷം ഒരു ജീവിതമുണ്ടോ, ഇതിനെയൊക്കെ കുറിച്ച് പല തർക്കങ്ങളും സംവാദങ്ങളും സംഭാഷണങ്ങളും ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിനകത്തും ഈ ക്ലെയോപ്പ ഉൾപ്പെടുന്ന ആൾക്കാരുടെ നടുവിലുമൊക്കെ നടക്കുമ്പോൾ ഇപ്പൊ കാര്യമൊക്കെ ഏകദേശമൊക്കെ ആയതിനു ശേഷം നാള് കുറെ ആയതുകൊണ്ട് നമുക്കൊന്ന് വീട് വരെ പോയേച്ചും വരാന്ന് പറഞ്ഞ് ക്ലെയോപ്പാവും ഭാര്യയും കൂടെ ഇറങ്ങി തിരിച്ച് എമ്മവൂസിലേക്ക് യാത്രയാകുമ്പോൾ അവിടെ അറയ്ക്കകത്ത് നടന്ന ചില സംവാദങ്ങളുടെയും സംഭാഷണങ്ങളുടെയും ബാക്കി പത്രം എന്ന നിലയിൽ ഈ ദമ്പതികൾ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഇപ്പോഴും ഇവരുടെ യാത്രാ മധ്യേ യേശുവിനെ കുറിച്ച് വ്യക്തമായ ഒരു ഉത്തരം ഇവർക്ക് കിട്ടിയിട്ടില്ല. രണ്ടുപേരും പറയുന്നു ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു. രണ്ടുപേരും വിശ്വാസികളാണ്, രണ്ടുപേരും ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്നവരാണ്, രണ്ടുപേരെയും യേശുവിനെ അറിയാം, യേശു എന്നത് കെട്ടുകഥയല്ലെന്നറിയാം. പക്ഷെ ഇപ്പോഴും അവർക്ക് യേശുവിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല. യേശുവിനെ കുറിച്ച് അവർ പിടിക്കേണ്ടത് പിടിച്ചിട്ടില്ല. പക്ഷെ യേശുവിനെ അറിയാം. യേശു ഇവരെ കണ്ടെത്തുമ്പോൾ, യേശു ഇവരെ റിസീവ് ചെയ്യുമ്പോൾ, യേശു ഇവരുടെ കണ്ണ് നിരോധിച്ച് ഇവർക്ക് പ്രത്യക്ഷനാകുമ്പോൾ, കണ്ണ് നിരോധിച്ചെന്ന് പറയുമ്പോൾ യേശു ആണെന്ന് മനസ്സിലാകാത്ത നിലയിൽ യേശു ഇവരെ റിസീവ് ചെയ്യുമ്പോൾ, ഇവരുമായിട്ട് യേശു കണക്ട് ചെയ്യുമ്പോൾ യേശു ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം ഇതാണ്: നിങ്ങൾ എന്താ ഈ വഴി നടന്ന് തർക്കിക്കുന്നേ? നിങ്ങൾ ഈ വഴി നടന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? എവിടെ തർക്കമുണ്ടോ അവിടെ ഒരു ശൂന്യതയും നിരാശയും ഉണ്ട്.
എവിടെ പ്രശ്നങ്ങളുണ്ടോ അവിടെ അസ്വസ്ഥതകളുണ്ട്. എവിടെ ഉത്തരമില്ലായ്മകളുണ്ടോ അവിടെ എല്ലാം ആകുലതകളുണ്ട്. ഇവിടെയും ചില ആകുലതകൾക്ക് നടുവിൽ ഈ കുടുംബത്തെ യേശു സ്വീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ കഴിയും. എവിടെ ആകുലതകളുണ്ടോ അതിൻ്റെ നടുവിൽ കണ്ണ് നിരോധിച്ചാണെങ്കിൽ പോലും യേശുവാണെന്നറിഞ്ഞാൽ അവരുടെ ഉള്ളം അവർ തുറക്കത്തില്ല. ഇത് യേശുവാണെന്നറിഞ്ഞാൽ അവരൊത്തിരി കാര്യം ഹൈഡ് ചെയ്യും. അവർ ചിലപ്പോൾ കള്ളം പറയാൻ ശ്രമിക്കും. അയ്യോ, യേശു ഞാൻ പറഞ്ഞത് കേട്ടോ എന്തോ, ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ചൊക്കെ യേശു അറിഞ്ഞോ എന്തോ. അവർ പലത് ഹൈഡ് ചെയ്യും. ഇവരെന്ന വ്യക്തിയെ ആദ്യം യേശുവിന് വേണമായിരുന്നു. ഇവരുടെ പൂർണ്ണമാകുന്ന മനോഭാവത്തെ ആദ്യം യേശുവിന് കേൾക്കണമായിരുന്നു. ഇവരുടെ പല തെറ്റായ ചിന്തകളെയും യേശുവിന് ആദ്യം കേൾക്കണമായിരുന്നു. എന്തിനെന്നറിയാമോ? കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ. മാന്യ സുഹൃത്തേ, യേശുവിനെ അറിഞ്ഞിട്ടും പൂർണ്ണമായിട്ടുള്ളൊരു സ്വസ്ഥത ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ കാണുകയില്ലായിരിക്കാം. യേശുവിനെ അറിഞ്ഞിറങ്ങിയിട്ടും പൂർണ്ണമായ ഒരു ആനന്ദം, പൂർണ്ണമായ ഒരു സന്തോഷം, പൂർണ്ണമായ ഒരു അനുഭവം, പൂർണ്ണമായ ഒരു വിടുതൽ ഇന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലായിരിക്കാം. ഇന്നും വാഗ്ദത്തങ്ങൾ പലതും വഴിയിൽ തങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം. ഇന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എവിടെയും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷേ യേശുവിന് എപ്പോഴും വേണ്ടത് നിന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സമർപ്പണമാകുന്ന ഒരു ജീവിതമാണ്. കറക്റ്റ് ചെയ്യാൻ യേശുവിനെ അറിയാം, കറക്റ്റ് ചെയ്യാൻ യേശുവിനെ അറിയൂ, കറക്റ്റ് ചെയ്യാൻ യേശുവിനെ കഴിയൂ. ഇവിടെ ഒരു കറക്ഷനാണ് ആദ്യം നടക്കുന്നത്. എന്തിനായിരുന്നു ഈ കറക്ഷൻ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അതാണ് ഇന്നത്തെ ചിന്ത. ഈ കറക്ഷൻ എന്തിനായിരുന്നു? ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്തപ്പോഴാണ് ആള് തീയായി മാറിയത്. ഞാൻ ഈ സംസാരിച്ച ഈ ക്ലയോപ്പാവും ഭാര്യ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ആശയത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ക്ലയോപ്പാവും ഭാര്യയും, തർക്കിക്കുന്ന ക്ലയോപ്പാവും ഭാര്യയും, ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ക്ലയോപ്പാവും ഭാര്യയും, വഴിയിലൂടെ നടന്ന് വഴക്ക് കൂടുന്ന ക്ലയോപ്പാവും ഭാര്യയും, യേശു റിസീവ് ചെയ്തപ്പോ മുഖം വാടി നിന്ന ക്ലയോപ്പാവും ഭാര്യയും, ഇവരല്ല ഒരു 10 വാക്യം അങ്ങോട്ട് കഴിയുമ്പോ, നമ്മൾ ഈ കാണുന്ന ആൾക്കാരെ അല്ല ഒരു 10 വാക്യം അങ്ങോട്ട് കഴിയുമ്പോ, 10 വാക്യം അങ്ങോട്ട് കഴിയുമ്പോ ഈ ആള് തീയ. ഹല്ലേലൂയ. നോക്കിയേ, ആദ്യം ക്ലയോപ്പാവിനെ ഭാര്യയും പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത്? സഹോദര, വാദിച്ച് തെളിയിക്കാനുള്ളതല്ല വിശ്വാസം, വാദിച്ച് തെളിയിക്കാനുള്ളതല്ല സത്യം. സത്യത്തിന് എന്നും ഒരൊറ്റ നിറമേ ഉള്ളൂ, അത് വെണ്മയാണ്, വെളിച്ചമാണ്, പ്രകാശമാണ്. മറ്റൊരുവൻ വന്ന് പ്രകാശത്തിന്റെ മുകളിൽ ഇരുളിനെ കമഴ്ത്തി എന്ന് പറഞ്ഞ് ഒരിക്കലും പ്രകാശത്തെ ഇരുളിന് മറയ്ക്കാൻ കഴിയുകയില്ല. തിരുവെഴുത്ത് പറഞ്ഞു, അംശമായത് വരുമ്പോ, പൂർണ്ണമായത് വരുമ്പോ അംശമായത് നീങ്ങിപ്പോകും. വീണ്ടും തിരുവെഴുത്ത് പറയുന്നു, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, വെളിച്ചം വരുമ്പോ ഇരുട്ട് മാറിപ്പോകും. ഇരുട്ടിനെ, വെളിച്ചത്തെ മറച്ച ചരിത്രം ഇല്ല. വെളിച്ചത്തെ മറച്ച ചരിത്രമില്ല. ഇവിടെ ഇവർ വാദിക്കുകയാണ്. വാദിക്കുന്നത് ആരുടെയോ ഒരാളുടെ ഉത്തരം ശരിയാണ് എന്ന് സമർത്ഥിക്കാനാണ്. ഫാമിലിക്കകത്താണെങ്കിലും, ചർച്ചിനകത്താണെങ്കിലും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്താണെങ്കിലും, ബന്ധങ്ങൾക്കകത്താണെങ്കിലും, ഓഫീസിനകത്താണെങ്കിലും, സൊസൈറ്റിക്കകത്താണെങ്കിലും, എവിടെ വാദമുണ്ടോ, തർക്കമുണ്ടോ, വാഗ്വാദങ്ങളുണ്ടോ, അതിൻ്റെ നടുവിൽ വാട്ടമുണ്ട്. വാദിച്ച് ഈ ഭൂമിയിൽ ഒന്നും തെളിയിക്കേണ്ട കാര്യമില്ല. കാരണം സത്യം നഗ്നവും മലർന്നതുമായി ഒരുവന്റെ മുമ്പിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ നിങ്ങളുടെ ഭാഗം വാദിച്ച് ജയിക്കേണ്ട കാര്യമില്ല. യുദ്ധം യഹോവയ്ക്കുള്ളത് എന്ന് പറയുമ്പോൾ നിനക്ക് യുദ്ധം ചെയ്യാൻ അറിയാമോ എന്ന് ദൈവം ചോദിക്കുന്നില്ല. കാരണം യുദ്ധം ചെയ്യേണ്ടത് ഞാനോ നിങ്ങളോ അല്ല. ഞാനും നിങ്ങളും ഒരു ദൈവത്തിന് കീഴ്പ്പെട്ട് നിൽക്കുമ്പോ, ഒരു ഓതറൈസേഷന് കീഴിൽ നിൽക്കുമ്പോ, ഒരു അതോറിറ്റിക്ക് കീഴിൽ നിൽക്കുമ്പോ എനിക്ക് വേണ്ടത് ചെയ്യാൻ സർവശക്തനായ ദൈവമുണ്ട്. ഞാൻ ചെയ്യേണ്ടത് എന്തെന്ന് അവൻ എന്നോട് അറിയിക്കുന്ന സമയം ഞാൻ എഴുന്നേറ്റാൽ മതിയാകും. യേശു ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ വഴി നടന്ന് വാദിക്കുന്നത് എന്ത്?
ഹല്ലേലൂയ. യേശു എവിടെയും തെറ്റ് തിരുത്തി കൊടുത്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നതാണ് സത്യം, ഞാൻ പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞ് വാദിക്കുന്നത് എവിടെയും കാണുന്നില്ല. ഇവിടെ ഇവർ ശ്രമിക്കുന്നത്, അച്ചാച്ച ഒന്ന് ചുമ്മാതിരിക്കെ, അച്ചാച്ചൻ കാര്യം അറിയാതെ പൊട്ടതരം പറയല്ലേ, ഞാൻ പറയുന്നതാ സത്യം എന്നൊക്കെ പറഞ്ഞ് വാദമാ ഇവിടെ നടക്കുന്നത്. എന്നാൽ സത്യം, പ്രിയപ്പെട്ട സഹോദരി, നീ അറിഞ്ഞ സത്യം വാദിച്ച് ജയിക്കാനുള്ളതല്ല. നീ അറിഞ്ഞ യേശുവിനെ വാദിച്ച് തെളിയിക്കാനുള്ളതല്ല. നീ അറിയുന്ന ആത്മീയ സന്തോഷം വാദിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതല്ല. നിങ്ങൾ അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി വാദിച്ച് കാണിച്ചു കൊടുക്കേണ്ടതല്ല. നിങ്ങൾ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം വാദിച്ച് തെളിയിച്ചു കൊടുക്കേണ്ടതല്ല. അത് കത്തും, അത് കത്തിക്കും, അത് പ്രകാശമായി ജ്വലിക്കും. ആ സമയം നിന്നെ ദൈവം വെളിപ്പെടുത്തും ചിലരുടെ മുമ്പിൽ. ഹല്ലേലൂയ. തലമുറകളോട് വാദിച്ച് നിങ്ങൾ അവരെ വിശ്വസിപ്പിക്കാൻ നിൽക്കരുത്. വഴക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നിൽക്കരുത്. എന്തുവാടാ കാണിക്കുന്നത്? വന്നിരുന്ന് പ്രാർത്ഥിക്കടാ, യേശു ദൈവമാണെന്ന് അറിയത്തില്ലടാ. നോ, യേശു അവിടെ വന്ന് പിസ്റ്റൽ ഒന്നും ചൂണ്ടിയില്ല. ഒരു പരീശന്മാരുടെ അടുത്ത് ചെന്നും ഒരു അവിശ്വാസികളുടെ അടുത്ത് ചെന്നും യേശു AK-47 നീട്ടിയില്ല, പേടിപ്പിച്ച് വിശ്വസിപ്പിച്ചില്ല. അവൻ അവരോട് സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ, സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ, സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അവന്റെ സംസാരത്തിങ്കൽ കർഷകൻ പറഞ്ഞു, മുക്കുവൻ പറഞ്ഞു, നിരക്ഷരൻ പറഞ്ഞു, അന്ധൻ പറഞ്ഞു, ഊമന് സംസാരം കിട്ടിയപ്പോ അവൻ പറഞ്ഞു, മുടന്തൻ പറഞ്ഞു. ഇവന്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ നമ്മൾ ഇതുവരെ കേട്ട പ്രമാണിമാരുടെ വായിൽ നിന്നോ പുരോഹിതന്മാരുടെ വായിൽ നിന്നോ കേട്ടതുപോലല്ല. ഇവൻ അധികാരമുള്ളവനായിട്ടത്രേ സംസാരിക്കുന്നത്. ഇവന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ലാവണ്യ വാക്കാണെങ്കിലും കേൾക്കുമ്പോ ഞങ്ങൾക്കത് തീ പോലെ തോന്നുന്നു, കേൾക്കുമ്പോ ഞങ്ങൾക്കത് ആശ്ചര്യമായി തോന്നുന്നു, കേൾക്കുമ്പോ ഞങ്ങൾക്കത് അധികാരമുള്ളതായി തോന്നുന്നു. യേശു സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ, വാദിച്ചിട്ടില്ല. ഇന്ന് ഈ സന്ദേശം മാന്യ കുടുംബം കേട്ടോണ്ടിരിക്കുമ്പോ ദൈവ ശബ്ദം മാത്രം താങ്കളുടെ ഭവനത്തിൽ മുഴങ്ങിയാൽ മതി. ദൈവത്തിന്റെ സ്വരം മാത്രം താങ്കളുടെ ഭവനത്തിനകത്ത് മുഴങ്ങിയാൽ മതി. ആമേൻ. പല സംഭവങ്ങളും നിന്നെ ഞെരുക്കുന്നതും നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നതും നിന്റെ വീടിനകത്ത് മുഖം വാടിക്കുന്നതും വീടിനകത്ത് സ്വസ്ഥത നശിപ്പിക്കുന്നതുമായ പലതും ഗുഡ് ബൈ പറയും. തിരുവെഴുത്ത് പറയുന്നു, നോക്കിയേ, അവർ വാടിയ മുഖത്തോടെ നിന്നു. വാദമുള്ളടുത്ത്, തിരിച്ചറിയലുകൾ ഇല്ലാത്തടുത്ത്, യേശുവുമായിട്ടുള്ള വ്യക്തമായ ബന്ധത്തെ തിരിച്ചറിയാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശു ചോദിച്ച ഉത്തരം പറയാൻ പറ്റും. യേശു അല്ലേ ഇവിടെ ചോദിച്ചേ, നിങ്ങൾ എന്താ വാദിക്കുന്നേ, നിങ്ങൾ എന്താ വാദിക്കുന്നേ? യേശു ആ ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്താ ഈ വാദിക്കുന്നേ? പക്ഷെ അവർ ഉത്തരം പറഞ്ഞു എന്ന് പറയുന്നില്ല. ഈ ഒരു സംഭവത്തിന് ശേഷം എന്താ അത്? അവർ വാടിയ മുഖത്തോടെ നിന്നു. ശേഷമേ അവർ സംസാരിക്കുന്നുള്ളൂ. കണ്ടില്ലേ നിങ്ങൾ 17-ാമത്തെ വാക്യത്തിൽ? അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത്? അവർ വാടിയ മുഖത്തോടെ നിന്നു. 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്ലെയോപ്പാവ് എന്ന് പേരുള്ളവൻ യെരൂശലേമിലെ. അവിടുന്ന് തുടങ്ങുന്നത്. ആദ്യം യേശു ചോദിച്ചപ്പോ അവർക്ക് മറുപടി ഇല്ല. വിശ്വസിക്കുന്നവരാ, പക്ഷെ യേശുവിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ മറുപടികളില്ല. ചുരുക്കി പറഞ്ഞാൽ, വാദത്തിനകത്ത് നിന്ന്, തർക്കങ്ങൾക്കകത്ത് നിന്ന്, കുറ്റപ്പെടുത്തലുകൾക്കകത്ത് നിന്ന്, സ്വരച്ചേർച്ചക്കേടിനകത്ത് നിന്ന്, അപവാദങ്ങൾക്കകത്ത് നിന്ന്, ആരോപണങ്ങൾക്കകത്ത് നിന്ന് ഒരു മറുപടിയും ശരിയായ നിലയിൽ കിട്ടിയിട്ടില്ല. എവിടെയും ആർക്കും കിട്ടിയിട്ടില്ല. എന്നാൽ സമാധാനം ആചരിച്ച് ആരോഗ്യകരമായ സംഭാഷണങ്ങൾക്കകത്ത് നിന്ന് വ്യക്തമായ പൊരുളുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തേ, വീടിനകത്ത് വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞ് വിശ്വാസമൊന്നും ആർക്കും വർദ്ധിക്കാൻ പോകുന്നില്ല. വീടിനകത്ത് തർക്കിച്ചു എന്ന് പറഞ്ഞ് നിന്റെ വിശ്വാസം കള്ളത്തരം, നിന്റെ വിശ്വാസം വട്ട്, നിനക്ക് മനോവിഭ്രാന്തി, ഞങ്ങളുടേതാണ് ശരി, ഇതൊന്നും ശരിയായ വിശ്വാസത്തിന്റെയോ വിശ്വാസിയുടെയോ ആശയങ്ങളും വാക്കുകളും അല്ല. ശരിയായ ഒരു വിശ്വാസി ഒന്നിനെയും കുറ്റപ്പെടുത്താത്ത
സത്യം തിരിച്ചറിയുന്ന ഒരു വ്യക്തിയായിരിക്കും. ഹല്ലേലൂയ. യേശു ഒന്നിനെയും കുറ്റപ്പെടുത്തിയതായിട്ട് എവിടെയും കാണുന്നില്ല. ഒരു വിശ്വാസങ്ങളെയും കുറ്റപ്പെടുത്തിയതായിട്ട് എവിടെയും കാണുന്നില്ല. പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കുറ്റപ്പെടുത്തലിന്റെ മാർഗമല്ല. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് കുറ്റപ്പെടുത്തലിന്റെ മാർഗമല്ല. യേശു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരു വിശ്വാസിയെ കുറ്റപ്പെടുത്താനും ഞങ്ങളുടെ വിശ്വാസം വലുത് എന്ന് പറയാനുമല്ല. യേശു ഇവിടെ വന്നതും എന്നെ പഠിപ്പിച്ചതുമെല്ലാം അന്യോന്യം നിന്റെ അയൽക്കാരനെയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്ക എന്നും നിന്നെപ്പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും പഠിപ്പിച്ചപ്പോ ഇതിനകത്ത് എവിടെയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ ജാതി? ഇതിനകത്ത് എവിടെയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ മതം? ഇതിനകത്ത് എവിടെയാണ് എന്റെ മതം വലുത്, നിന്റെ മതം ചെറുതെന്നുള്ള വാക്കുകൾ? സകലരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന യേശു ക്രിസ്തു നിന്റെ സ്നേഹത്തിലൂടെ നിന്നിലിരിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്താനുള്ള അഭിഷേകമാണ് നിനക്ക് തന്നിരിക്കുന്നത്. ആ സ്നേഹം നീ വെളിപ്പെടുത്തുമ്പോ നിന്റെ കൂട്ടുകാരന്റെ മേൽ ഭൂതമുണ്ടെങ്കിൽ അത് വിട്ടുപോകും. നിന്റെ കൂട്ടുകാരന്റെ മേൽ കെട്ടുകളുണ്ടെങ്കിൽ അത് അഴിഞ്ഞു തുടങ്ങും. നിന്റെ അയൽവാസിയുടെ മേൽ പോരാട്ടമുണ്ടെങ്കിൽ അത് തകർന്നു തുടങ്ങും. നിനക്കെതിരായി എവിടെയെങ്കിലും എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ ദിവ്യ പ്രതിമയാകുന്ന യേശുവിനെ നീ ആത്മശക്തിയോടെ വെളിപ്പെടുത്തുമ്പോ അത് തകർന്നേ പറ്റൂ. സ്നേഹമില്ലാത്തടുത്ത് അഭിഷേകമില്ല, സ്നേഹമില്ലാതെ അഭിഷേകം കൊണ്ട് ഉപയോഗവുമില്ല. യേശു ചോദിച്ചു, നിങ്ങൾ എന്താ പ്രിയപ്പെട്ട കുടുംബമേ വഴി നടന്ന് വാദിക്കുന്നത്? മാറാമോ? നമ്മുടെ ആ ക്രിസ്ത്യാനിത്വത്തിന്റെ മുഖം മൂടി ഒന്ന് മാറട്ടെ. അന്യരെ കുറ്റപ്പെടുത്താനല്ലെന്നേ, അവരെ കുറ്റപ്പെടുത്താനല്ലെന്നേ, ആ വിശ്വാസികളെ കുറ്റപ്പെടുത്താനല്ലെന്നേ, അവരെയും സ്നേഹിക്കാനുള്ള യേശുവിന്റെ ഹൃദയം എനിക്ക് വേണമെന്ന് പറയ. ഈ ഹൃദയത്തിനകത്ത തീ യേശു ഇട്ടത് കേട്ടോ, അത് ഞാൻ പറയാം. ഈ ഹൃദയത്തിനകത്ത തീ യേശു ഇട്ടത്, അതാ ഇന്നത്തെ എന്റെ ചിന്ത. ഈ ഹൃദയത്തിനകത്ത യേശു തീ ഇട്ടത്, അതാ ഇന്നത്തെ എന്റെ സബ്ജക്ട്, അതാ ഇന്നത്തെ മെസ്സേജ്. ഇപ്പൊ ഇവരുടെ ഹൃദയത്തിന് എന്തോ പ്രശ്നമുണ്ട്, ഇപ്പൊ ഇവരുടെ വിശ്വാസത്തിന് എന്തോ പ്രശ്നമുണ്ട്, ഇപ്പൊ ഇവര് മനസ്സിലാക്കിയിരിക്കുന്ന യേശുവിന് എന്തോ പ്രശ്നമുണ്ട്. യേശുവിനല്ല പ്രശ്നം, ഇവർ മനസ്സിലാക്കിയിരിക്കുന്ന യേശുവിന് എന്തോ പ്രശ്നമുണ്ട്. അതിപ്പോ യേശു തിരുത്തും. താഴേക്ക് വായിക്കുമ്പോ യേശു കാര്യം അങ്ങ് ഏറ്റെടുത്തു. ഇത് സബ്ജക്റ്റ് പരിധി വിട്ട് പോകുകയാണെന്ന് യേശുവിന് മനസ്സിലായി. യേശു ഉടനെ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാവോ? അയ്യോ ബുദ്ധിഹീനരെ. യേശു വെറുതെ വിളിക്കുവോ? നിങ്ങൾ പറ, യേശു വെറുതെ ബുദ്ധിഹീനരെ എന്ന് വിളിക്കൂ? തീർന്നില്ല. ഒരു വാക്കൂടെ കേറി യേശു വിളിക്കുക. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത വാക്ക് നിങ്ങൾ വിട്ടുകളയരുത്. എല്ലാം എന്ന വാക്ക് നിങ്ങൾ വിട്ടുകളയരുത്. എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ഒരു വാക്ക് യേശു കേറി വിളിച്ചു. കുറ്റപ്പെടുത്തി കളയരുത് യേശുവിനെ. കർത്താവ് തെറി പറഞ്ഞിട്ടില്ല, കർത്താവ് അവരെ ആക്ഷേപിച്ചിട്ടുമില്ല. ബുദ്ധിഹീനരെ, ബുദ്ധി വർക്ക് ചെയ്യാത്തവരെ, മന്ദബുദ്ധികളെ, വളരെ മെല്ലെ മാത്രം പ്രവർത്തിക്കുന്ന ബുദ്ധിയുള്ളവരെ. സത്യമാണ് യേശു പറഞ്ഞത്. ഇവർക്ക് ബുദ്ധിയില്ലാത്തവരൊന്നും അല്ല ഈ ക്ലെയോപ്പാവും ഭാര്യയും. ആണോ? അല്ല, അവർക്ക് നല്ല ബുദ്ധിയുണ്ട്. പക്ഷേ വെളിപ്പാട് സംബന്ധമായ കാര്യങ്ങളിൽ, തിരുവെഴുത്ത് സംബന്ധമായ കാര്യങ്ങളിൽ, ദൈവാലോചന സംബന്ധമായ കാര്യങ്ങളിൽ, ദൈവിക വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, യേശുവിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണ്ടുന്ന നിലയിൽ ബുദ്ധിയെ പ്രവർത്തിക്കാൻ വിടാതെയും ബുദ്ധിയെ മന്ദീഭവിപ്പിച്ച് അതിനകത്ത് തർക്കമുണ്ടാക്കി ഉള്ള ബുദ്ധിയെ കൂടെ നിശ്ചലമാക്കി ഉള്ള ആത്മീയ സന്തോഷം കൂടെ നഷ്ടപ്പെടുത്തി ഉള്ള സമാധാനം കൂടെ ഇല്ലാതാക്കി കളയുന്ന ഒരവസ്ഥയെ ഇവിടെ വിശുദ്ധ ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നു. ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല നിങ്ങളുടെ വീടിനകത്ത് വഴക്ക് നടക്കുന്നത്, ശരിയായ നിലയിൽ ബുദ്ധി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. ബുദ്ധിയില്ലാത്തതുകൊണ്ടും മന്ദബുദ്ധികളായതുകൊണ്ടും അല്ല. വാസ്തവത്തിൽ ഒരു ചെറിയ വിഷയം വലിയ വിഷയങ്ങളായി മാറുന്നത്, ഒരു ചെറിയ വാക്ക് വലിയ വിഷയങ്ങളായി മാറുന്നത്, ഈ ചെറിയ നാവ്
വലിയ കാട് കത്തിക്കുന്ന തീയായി മാറുന്നത്. യാക്കോബ് പറഞ്ഞിട്ടുണ്ട്, നാവ് ഒരു ചെറിയ അവയവമെങ്കിലും ഒരു വലിയ കാട് കത്തിക്കാൻ അസാധാരണമായ സാധനമാണെന്ന്. അപ്പൊ ഒരു ചെറിയ വാക്ക്, ഒരു ചെറിയ തർക്കം, ഒരു ചെറിയ ആശയക്കുഴപ്പം, ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് സംസാരിച്ച് എതിർവാദം പറഞ്ഞ് ഇപ്പൊ അവിടെ വഴി നടക്കുമ്പോ തന്നെ സംസാരിച്ചുകൊണ്ടാ നടന്നു തുടങ്ങിയത്, ഇപ്പൊ വഴക്ക് കൂടിക്കൊണ്ടാ നടക്കുന്നത്. ഇപ്പൊ യേശു വേഗം മുമ്പിൽ വന്നപ്പോ അവർ മുഖം വാടിയവരായി തലകുനിച്ചു നിന്നു എന്ന് ബൈബിൾ പറയണമെന്നുണ്ടെങ്കിൽ, മാന്യ സുഹൃത്തേ, അവരുടെ ഓർക്കപ്പുറത്ത് അവർ സംസാരിച്ച നായകൻ അവരുടെ മുമ്പിൽ വെളിപ്പെട്ടതുപോലെ, അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വിശുദ്ധ നായകൻ അവരുടെ മുമ്പിൽ മുഖം മറയ്ക്ക് കണ്ണു നിരോധിച്ച് വെളിപ്പെട്ട് വന്നതുപോലെ, എന്നിട്ടും അത് യേശുവാണെന്ന് അവർക്ക് തിരിച്ചറിയാത്തതുപോലെ ആയുഷ്കാലം മുഴുവൻ 50 വയസ്സുവരെ, 60 വയസ്സുവരെ, 70 വയസ്സുവരെ, 75 വയസ്സുവരെ, 80 വയസ്സുവരെ തർക്കിച്ചും പിണങ്ങിയും വഴക്കുകൂടിയും എന്റെ ദൈവം വലുത്, നിന്റെ ദൈവം ചെറുത്, എന്റെ മതം സത്യം, നിന്റെ മതം തെറ്റ് എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചും വഴക്കുകൂടിയും കുറ്റപ്പെടുത്തിയും ആരോപിച്ചും ഒക്കെ കർത്താവ് എന്നെങ്കിലും വേഗത്തിൽ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോ പ്രശ്നം പരിഹരിച്ചിട്ട് നിത്യതയിൽ എത്താമെന്ന് നമുക്ക് ആർക്കും ഒരു വ്യാമോഹം വേണ്ട. ഞാൻ ആ സത്യം അറിഞ്ഞല്ലോ പിതാവേ, ഞാൻ അറിഞ്ഞ സത്യം എന്റെ സ്വഭാവത്തിലൂടെ ലോകം മുഴുവൻ അറിയിക്കാനുള്ള ഒരു ആത്മീയ അഭിഷേകം എനിക്ക് തരണമേ. യേശു പരീശന്മാരുടെ വീട്ടിൽ ക്ഷണിക്കപ്പെട്ടിട്ട് അത്താഴത്തിന് വേണ്ടി ഇരുന്ന സമയം ഒരു പെരുവയറൻ, മത്തായി എഴുതിയ സുവിശേഷം, ഒരു പെരുവയറൻ അവിടെ ഇരിക്കുന്നു, ആ കൂട്ടത്തിനകത്തിരിക്കുന്നു. അവൻ മുത്താഴം കഴിക്കാൻ ഇരിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. പെരുവയറനെ, നിന്റെ ജാതി ഏത്, നിന്റെ മതമേത്, നിന്റെ അമ്മയുടെ പേരെന്ത്, അപ്പന്റെ പേരെന്ത് എന്നൊന്നും എന്റെ യേശു ചോദിച്ചില്ല. യേശുവിന്റെ മേൽ വ്യാപരിച്ചിരുന്ന പ്രവാചക അഭിഷേകവും യേശുവിന്റെ മേൽ പകർന്നിരുന്ന ദൈവത്വവും അവരോട് പറഞ്ഞു, ഈ പെരുവയറൻ അവന്റെ ആ വയറുകൊണ്ട്, അവന്റെ നീരുള്ള വയറുകൊണ്ട് അവൻ ജീവിക്കാൻ പെടുന്ന ബുദ്ധിമുട്ട് ആ മനുഷ്യന് മാത്രമേ അറിയത്തുള്ളൂ. സൗഖ്യമാക്കുക, സൗഖ്യമാക്കുക, സൗഖ്യമാക്കുക. അതിനകത്തിരുന്ന സകല മനുഷ്യരും എതിർത്തു, സകല മനുഷ്യരും അവനെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. എന്തിനിവനെ സൗഖ്യമാക്കുന്നു, എന്തിന് ഈ ദിവസം ഇവനെ സൗഖ്യമാക്കുന്നു? പക്ഷേ ആ മനുഷ്യനോട് നീ സൗഖ്യമാകാൻ യോഗ്യതയുള്ളവനെന്നും അവന്റെ അസ്വസ്ഥത മനസ്സിലാക്കി അവനെ പൊറുപ്പിച്ച് പൊറുതി വന്ന് അവന്റെ വയറിന്റെ നീരും മാറ്റി അവനെ സൗഖ്യമാക്കി യേശു വിട്ടത് അവന്റെ ജാതി ചോദിക്കാതെയാണെങ്കിൽ, മതം ചോദിക്കാതെയാണെങ്കിൽ, ഞാൻ വലുത് നീ ചെറുതെന്ന് ആമേൻ വലിപ്പച്ചെറുപ്പം നോക്കാതെയാണെങ്കിൽ, എന്നെയും താങ്കളെയും ഏൽപ്പിച്ച ശുശ്രൂഷയും അതു തന്നെയാണ്. ഹല്ലേലൂയ. നമുക്കെല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കാം, നമുക്കെല്ലാവരെയും കൈക്കൊള്ളാൻ പഠിക്കാം, നമുക്കെല്ലാവരെയും ചേർത്ത് നിർത്താൻ പഠിക്കാം. എന്റെ സ്വഭാവം കണ്ട്, എന്നിലെ ക്രിസ്തുവിനെ കണ്ട് സത്യം ജനം തിരിച്ചറിയട്ടെ. സത്യം നിങ്ങൾ അറിയുകയും അറിഞ്ഞ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നാണ് യേശു പഠിപ്പിച്ചിരിക്കുന്നത്, വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തേ, ഇന്നു മുതൽ നിങ്ങളുടെ വീടുകൾക്കകത്ത് സത്യദൈവത്തെ അറിയാത്ത, അതായത് നിങ്ങൾ അറിഞ്ഞ ആ സത്യവും ജീവനും അറിയാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ വാദിക്കുകയല്ല, തർക്കിക്കുകയല്ല, പ്രത്യുത നീ റിവീൽ ചെയ്യുക, നിന്നിലെ ക്രിസ്തുവിനെ റിവീൽ ചെയ്യുക. നിനക്ക് സ്നേഹം തന്ന ക്രിസ്തുവിന്റെ സ്നേഹം നീ റിവീൽ ചെയ്യുക. നിനക്ക് അഭിഷേകം തന്ന കർത്താവിന്റെ അഭിഷേകം നീ റിവീൽ ചെയ്യുക. നിന്നോട് ക്ഷമിച്ച കർത്താവിന്റെ സ്നേഹം നീ ക്ഷമിക്കാൻ കാണിച്ചു കൊടുക്കുക. നിന്റെ തെറ്റുകൾ പുറത്ത ദൈവത്തിന്റെ സ്വഭാവം നീയും പുറത്ത് കാണിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. പ്രസംഗങ്ങളിലൂടെ യേശുവിനെ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് പ്രവൃത്തിയിലൂടെ യേശുവിനെ പഠിപ്പിക്കുന്നതാണ്. പ്രസംഗങ്ങളിലൂടെ യേശുവിനെ ഉയർത്തുന്നതിനേക്കാൾ നല്ലത്, വാദങ്ങളിലൂടെ യേശുവിനെ ഉയർത്തുന്നതിനേക്കാൾ നല്ലത് പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും യേശുവിനെ ഉയർത്തി കാണിച്ചു കൊടുക്കുന്നതാണ്. അതാണ് ഏറ്റവും നല്ല സുവിശേഷീകരണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ ചോദിക്കുന്നു, നിങ്ങൾ വാദിക്കുന്നത് എന്ത്? അവർ വാടിയ മുഖത്തോടെ അവിടെ നിന്നു, വാടിയ മുഖത്തോടെ. എത്ര യേശുവിനെ കുറിച്ച് കേട്ടിട്ടും മുഖം നിവരുന്നില്ലേ? എത്ര യേശുവിനെ കുറിച്ച് കേട്ടിട്ടും തല നിവർത്താൻ പറ്റുന്നില്ലേ? എത്ര യേശുവിനെ കുറിച്ച് കേട്ടിട്ടും അറിഞ്ഞിട്ടും മെസ്സേജുകൾ കേട്ടിട്ടും ദൈവദാസന്മാർ പ്രാർത്ഥിച്ചിട്ടും മുഖം പ്രസന്നതയോടെ ഇരിക്കുന്നില്ലേ? ദാ യേശു സംസാരിക്കുന്നു, കേൾക്കുക. യേശു ഇതെല്ലാം പറഞ്ഞ് താഴേക്ക് വന്നിട്ട് 30-ാമത്തെ വാക്യം വരുമ്പോ, നമ്മുടെ സമയം കഴിയും, അതുകൊണ്ട് ഞാൻ നിർത്തുക. 30-ാമത്തെ വാക്യം വരുമ്പോ, അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ
അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. എന്തായാലും ഇപ്പോ വഴി യാത്രക്കാരനായ യേശു ഇപ്പൊ ഇരിക്കുന്നത് ഇവരുടെ വീടിനകത്താണ്. അവിടം വരെ കാര്യം എത്തി. നിങ്ങൾ തർക്കിക്കുന്ന എന്താന്ന് ചോദിച്ച് ജീവിതത്തിൽ കൂടിയതാ. ഇപ്പൊ യേശു വഴിയിലല്ല, ഇപ്പൊ യേശു വീട്ടിലാ. കമോൺ, യേശു വഴിയിലാണോ നമ്മുടെ വീട്ടിലാണോ? നമ്മുടെ വീട്ടിലാന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം നമ്മൾ ഇന്ന് ചിന്തിക്കണം. യേശു വീട്ടിലുണ്ടെങ്കിൽ അന്ധത മാറിയേ പറ്റൂ. യേശു യേശുവിനെ വീട്ടിൽ ഇരുത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കലും പൊട്ടന്മാരെ പോലെയും കണ്ണുപൊട്ടന്മാരെ പോലെയും ജീവിക്കാൻ പാടില്ല. കാരണം യേശുവിൽ നിന്ന് വാങ്ങി കഴിച്ചവരുടെ എല്ലാം കണ്ണ് തുറന്നിട്ടുണ്ട്, വയറ് നിറഞ്ഞിട്ടുണ്ട്, ഹൃദയം പ്രകാശിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷമാണേലും, യോഹന്നാന്റെ സുവിശേഷമാണേലും, മർക്കോസിന്റെ സുവിശേഷമാണേലും, മത്തായിയുടെ സുവിശേഷമാണേലും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ച പ്രവാചകന്മാർക്ക് തെറ്റാതെ അവരെഴുതിയ ഒരാശയങ്ങളിൽ ഒന്ന് ഇതാണ്: അവനിൽ നിന്ന് വാങ്ങി കഴിച്ചവർക്കെല്ലാം കാഴ്ച ലഭിച്ചു, ഹൃദയം പ്രകാശിച്ചു, വയറ് നിറഞ്ഞു. ലൂക്കോസും അത് തന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. അവൻ അപ്പം എടുത്ത്, ക്ലെയോപ്പാവിന്റെ ഭാര്യയുടെയും വീട്ടിൽ യേശുവിനെ ക്ഷണിച്ചു, അകത്ത് കയറ്റി ഇരുത്തി. രാത്രി ഫുഡ് കഴിക്കാൻ തയ്യാറായപ്പോ യേശുവിൽ നിന്ന് അവർ വാങ്ങി ഭക്ഷിക്കുകയാണ്. ഇന്ന് ഈ സന്ദേശത്തിനകത്ത് കർത്താവ് ചിലത് നുറുക്കുന്നുണ്ട് ചിലർക്ക് വേണ്ടി. ചിലർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നുറുക്കുന്നുണ്ട് ചിലത്. നിന്റെ പോഷൻ നിനക്ക്, എന്റെ പോഷൻ എനിക്ക്. നോക്കൂ സഹോദരങ്ങളെ, യേശു ശിഷ്യന്മാരുടെ കയ്യിൽ വാഴ്ത്തി നുറുക്കി കൊടുത്തപ്പോ ഓരോന്ന് വെച്ച് കൊടുക്ക്, ഓരോന്ന് വെച്ച്, എല്ലാവർക്കും തികയട്ടെ പറഞ്ഞില്ല. എടാ മാക്സിമം 3 കൊടുത്താൽ മതി കേട്ടോ, അതിനപ്പുറം കൊടുക്കല്ലേ യേശു പറഞ്ഞില്ല. മതിയാവോളം കൊടുക്കത്തക്ക നിലയിൽ ആദ്യം നുറുക്കിയിട്ടു. മതിയാവോളം കൊടുക്കത്തക്ക നിലയിൽ 10,000 ഉണ്ടായിരുന്നു, 50,000 ഉണ്ടായിരുന്നു, 1 lakh ഉണ്ടായിരുന്നു. യേശു കൗണ്ട് എടുത്തോ എനിക്ക് അറിയില്ല, എന്തായാലും സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട് ഇത്ര സ്ത്രീകളും പുരുഷന്മാരും അടക്കം ഇത്ര പറയുന്നുണ്ട്. പക്ഷെ യേശു 10,000 പേരുണ്ട്, 10,000 അപ്പം, 20,000 പേരുണ്ട്, 20,000 അപ്പം, പിള്ളേർ ഇത്രയുണ്ട്. അപ്പൊ ഒരാൾ 2 കഴിക്കും, ചില ആൾ 3 കഴിക്കും. അങ്ങനെയൊന്നും യേശു നോക്കിയില്ല. യേശു അവിടെ വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരോട് പറഞ്ഞു, സെർവ് ഇറ്റ്, ഗിവ് ഇറ്റ്, കൊടുക്കാൻ പറഞ്ഞു. 5 കഴിച്ചവരുണ്ടാകും, 10 കഴിച്ചവരുണ്ടാകും, 1 കഴിച്ചവരുണ്ടാകും, 2 കഴിച്ചവരുണ്ടാകും. വിശപ്പിനനുസരിച്ച് വാങ്ങാൻ അവർ തയ്യാറായിരുന്നു. യേശു എന്തോ വിചാരിക്കും, ഞാൻ വാങ്ങി ഇനി ഒന്നുകൂടെ മേടിച്ചാൽ ഇനിയിപ്പോ പത്രോസ് എന്ത് ഫിലിപ്പോസ് എന്ത് വിചാരിക്കും? ഇതൊന്നും ആരും നോക്കി. വിശപ്പിനനുസരിച്ച് അവർ കൈനീട്ടി വാങ്ങി. യേശു കൊടുത്തത് അവിടെ നിറഞ്ഞു തികഞ്ഞു എന്നല്ല, യേശു കൊടുത്തത് തികഞ്ഞതിന് ശേഷവും സെർവ് ചെയ്തവന് വേണേൽ ലാവിഷായിട്ട് കഴിക്കാന്നുള്ള 12 കുട്ട ഉണ്ടായിരുന്നു. സഹോദരി, നീ കൊടുക്കുന്ന സുവിശേഷം ഉണ്ടല്ലോ, നീ കൊടുക്കുന്ന പ്രാർത്ഥനകൾ ഉണ്ടല്ലോ, നീ ചില വ്യക്തികളെ ബലപ്പെടുത്തുന്ന ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, ചില വ്യക്തികളെ നീ സഹായിക്കുന്ന മനോഭാവം ഉണ്ടല്ലോ, ചില വ്യക്തികൾക്ക് നിനക്കില്ലേലും കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് നീ കൊടുത്തു മുടിയാനാന്ന് വിചാരിക്കല്ലേ. നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് കുട്ടക്കണക്കിന് വാരാനും. നമ്പർ 1, ആദ്യം നുറുക്കി അപ്പം വാങ്ങിയത് ശിഷ്യൻ. നമ്പർ 2, നുറുക്കിയത് ശിഷ്യനല്ലെങ്കിലും കൊടുത്തത് ശിഷ്യന്മാരാ. നമ്പർ 3, കൊടുത്തതിന് ശേഷം ഞങ്ങൾക്കുണ്ടോന്നവർക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. തിരിച്ചതിന്റെ ബ്ലെസ്സിങ്സ് റിസീവ് ചെയ്തത് യേശുവല്ല, ശിഷ്യന്മാരാ. മാന്യ സുഹൃത്തേ, തിരുവെഴുത്തുകൾക്കകത്ത് വെളിപ്പാടുകളായി കിടക്കുന്ന മർമ്മങ്ങൾ, സീക്രട്ടായി കിടക്കുന്ന മർമ്മങ്ങൾ നീ തിരിച്ചറിഞ്ഞാൽ ഞാൻ കൊടുത്തു മുടിഞ്ഞവളെന്ന് നീ ഇനി പറയത്തില്ല, ഞാൻ പ്രാർത്ഥിച്ച് തകർന്നവനെന്ന് നീ ഇനിമേൽ പറയത്തില്ല, ഞാൻ അവനെ ഉപദേശിച്ച് ഞാൻ നശിച്ചു എന്ന് നീ പറയത്തില്ല, അവന് കൊടുത്ത് ഞാൻ തകർന്നു എന്ന് നീ പറയത്തില്ല. തിരുവെഴുത്തിൽ യേശുവിൽ നിന്ന് വാങ്ങിയിട്ടുള്ളവൻ കൊടുത്തിട്ടുള്ളവൻ കുട്ടക്കണക്കിന് വാരിയിട്ടുമുണ്ട്. ഞാൻ ശിഷ്യന്മാരുടെ കാര്യമാണ് പറയുന്നത്. ഹല്ലേലൂയ. ദയവായിട്ട് സാമ്പത്തികമായിട്ട് കൂട്ടി യോജിപ്പിക്കല്ലേ.
ഞാൻ സമ്പത്തിനെ കുറിച്ചല്ല പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്ക് പ്രാർത്ഥന കൊടുക്കാൻ കഴിയും ഒരു വ്യക്തിക്ക്, പ്രാർത്ഥിക്ക്. എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത ബുദ്ധിമുട്ടേ ഉള്ളൂ. നിനക്കൊരു വ്യക്തിക്ക് വചനം കൊടുക്കാൻ പറ്റുമോ? കൊടുക്ക്. നിനക്കൊരു വ്യക്തിക്ക് ബൈബിൾ കൊടുക്കാൻ പറ്റുമോ? കൊടുക്ക്. നിനക്ക് സാമ്പത്തിക ഒരു വ്യക്തിയെ സഹായിക്കാൻ പറ്റുമോ? കൊടുക്ക്. ഉണ്ടെങ്കിൽ മാത്രം കൊടുക്ക്. നിനക്കൊരു വ്യക്തിയെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ? കൊടുക്ക്. ശിഷ്യന്മാർ നുറുക്കിയത് യേശു, വാങ്ങിയത് ശിഷ്യൻ, ജനത്തിന് സപ്ലൈ ചെയ്തത് ശിഷ്യൻ, ബ്ലസ്സിംഗ് അനുഭവിച്ചത് നുറുക്കി യേശു അല്ല, കൊടുത്ത ശിഷ്യനാ. കുഞ്ഞേ, നിന്റെ കയ്യിൽ യേശു ഏൽപ്പിച്ചിട്ടുള്ളത് നീ കൊടുക്കാൻ തയ്യാറാവും. കുഞ്ഞെ, പ്രാർത്ഥന കൊടുക്കാൻ പറ്റുമോ? ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരു വ്യക്തിയെ നിനക്ക് തെറ്റിതിരുത്തി കൊടുക്കാൻ പറ്റുമോ? ഒരു വ്യക്തിയെ നിനക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുമോ? ഒരു വ്യക്തിയെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? കമാൻ. ഒരു വ്യക്തിയെ നിനക്ക് യേശുവിന് വേണ്ടി നേടാൻ പറ്റുമോ? അവൻ സ്നാനമേറ്റോ, അവൻ അഭിഷേകം പ്രാപിച്ചു, അതൊക്കെ രണ്ടാമത്തെ കാര്യം. നിനക്ക് യേശുവിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അവൻ സ്നാനമേൽക്കുന്നതിന് മുന്നേ ഇന്ന് കർത്താവ് വന്ന് എന്തോ ചെയ്യും? സ്നാനം അവൻ അറിയുമ്പോ അവൻ ചെയ്യട്ടെ. സ്നാനമേൽക്കണം, ജലത്തിൽ മുങ്ങിപ്പൊങ്ങി സ്നാനമേൽക്കണം, പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. ക്രൂശിൽ കിടന്ന കള്ളൻ, നീ സ്നാനപ്പെട്ടായിരുന്നോ? യേശു ചോദിച്ചില്ല. നീ അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നവനാണോ? യേശു ചോദിച്ചില്ല. ഒറ്റ കാര്യം മാത്രമേ ആ മനുഷ്യൻ പറഞ്ഞുള്ളൂ. ആമേൻ, ആമേൻ. ക്രിസ്തുവേ രക്ഷക, നീ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോ, നീ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോ എന്നെയും കൂടെ ഓർക്കണമേ. സഹോദര, നമ്മുടെ വിശ്വാസങ്ങൾ മാറണം. അങ്ങനെ ചെയ്യുന്നതാണ് യേശു പ്രസാദം. ഇങ്ങനെ ചെയ്യുന്നതാണ് യേശു പ്രസാദിക്കുന്നത്. അവിടെ പോകുന്നതാണ് യേശുവിന് പ്രസാദം. 3 വെള്ളിയാഴ്ച ഇവിടെ പോയി പ്രത്യക്ഷപ്പെടുന്നതാണ്. നോ. ക്രൂശിൽ കിടന്ന കള്ളൻ എന്ത് ചെയ്തു? അവൻ യേശുവിനെ അറിഞ്ഞു. ഹേ മനുഷ്യ, സമശിക്ഷാവിധിയിൽ അകപ്പെട്ടിട്ടും നീ ഇതുവരെ സത്യം തിരിച്ചറിയുന്നില്ലേ മൂഢ? നാമോ ന്യായമായത് ചെയ്തിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. എന്നാൽ ഇവനോ അരുതാത്തതായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ കാണുന്നു. രക്ഷക, നീ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. യേശു പറഞ്ഞു, എടാ മോനെ, നിനക്ക് ദൈവം ഈ വെളിപ്പാട് തന്നോ? ഈ സീക്രട്ട് നിനക്ക് വെളിപ്പെട്ടോ? നീ ഇന്ന് എന്റെ കൂടെ പറുദീസായിലിരിക്കും. നീ ഇന്ന് എന്റെ കൂടെ പറുദീസായിലിരിക്കും. നീ ഇന്ന് എന്റെ കൂടെ പറുദീസായിലിരിക്കും. നിന്നെ എന്റെ ദൈവം ഇരുത്തേണ്ടടുത്ത് ഇരുത്തും. കുഞ്ഞെ, നീ കർത്താവിനെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. നീ യേശുവിനെ അറിഞ്ഞാൽ മാത്രം മതി. നീ സമ്പത്ത് കൊണ്ട് എന്റെ കർത്താവിനെ അളക്കല്ലേ, ബ്ലസ്സിങ്സ് കൊണ്ട് എന്റെ ദൈവത്തെ അളക്കല്ലേ. അതൊക്കെ നിന്റെ പിന്നാലെ വരും. നിനക്ക് വീടുണ്ടായോ എന്ന് നോക്കി നീ യേശുവിനെ സ്നേഹിക്കാൻ നിൽക്കല്ലേ. നിനക്ക് ജോലി കിട്ടിയോ എന്ന് നോക്കി നീ യേശുവിനെ സ്നേഹിക്കാൻ നിൽക്കല്ലേ. നിനക്ക് കല്യാണം നടന്നോ നോക്കി നീ യേശുവിനെ സ്നേഹിക്കാൻ നിൽക്കല്ലേ. അതൊക്കെ നിന്റെ പിന്നാലെ വരും. കർത്താവ് കല്യാണം നടത്താൻ വേണ്ടി മാത്രം വന്ന ദൈവം അല്ല, നിനക്ക് ആത്മരക്ഷ തരാൻ വന്ന ദൈവമാ. നിനക്ക് മാത്രമല്ല, എനിക്കും. എന്റെ കല്യാണം നടത്തി എനിക്ക് 2 കൊച്ചുങ്ങളെയും തന്നിട്ട് പോകാൻ വന്ന ദൈവം അല്ല, എനിക്ക് ആത്മരക്ഷ തന്നത്. അതുകൊണ്ടാണ് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. അതിനായിരിക്കണം ഞാൻ യേശുവിനെ, അതുകൊണ്ടായിരിക്കണം എനിക്ക് രക്ഷ തന്ന, എനിക്കവൻ രക്ഷ തന്നു എന്ന കാര്യത്തിനായിരിക്കണം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത്. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. നെക്സ്റ്റ് വൺ, 32ാമത്തെ വാക്യത്തിൽ ഓഡിബിൾ ആണോ? ഓക്കെ. പ്രൈസ് ടു ജീസസ്. 32ാമത്തെ വാക്യത്തിൽ വരുമ്പോ നമുക്കവിടെ കാണാൻ കഴിയും, എടിയേ മറിയായേ, ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയാണെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3ാമത്തെ അധ്യായമാണെന്ന് ഞാൻ ഓർക്കുന്നത്. അവിടെ കിടപ്പുണ്ട്. മറിയേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ എടി. നമ്മൾ ആ വഴിയിൽ തർക്കിച്ചുകൊണ്ട് വന്നല്ലോ. എനിക്ക് നിന്നെയും കാണാൻ പാടില്ലായിരുന്നു, നിനക്ക് എന്നെയും കാണാൻ പാടില്ലായിരുന്നു. നമ്മൾ ഈ ദേഷ്യം കൊണ്ട് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പക്ഷേ നീ എന്നോട് സംസാരിച്ചപ്പോഴും ഞാൻ നിന്നോട് സംസാരിച്ചപ്പോഴും എനിക്ക് കോപം മാത്രം ഉണ്ടായത്. നിന്നെ അങ്ങ് എങ്ങനെയും പറഞ്ഞ് ജയിക്കണമെന്നുള്ളൊരു ഭാവമാണ് എനിക്കുണ്ടായത്. പക്ഷേ നമ്മുടെ കൂടെ വന്നിരുന്ന ആ അതിഥിയില്ലേ,
അവൻ എന്നോട് സംസാരിച്ചപ്പോൾ, നമ്മളോട് സംസാരിച്ചപ്പോൾ, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം, വാക്കെന്താ പറഞ്ഞേ? നമ്മുടെ ഹൃദയം. എന്താ പറഞ്ഞേ? എന്റെ ഹൃദയത്തിന്റെ കാര്യം എനിക്കറിയുള്ളൂ, എന്റെ വൈഫിന്റെ ഹൃദയത്തിന്റെ കാര്യം അവക്കേ അറിയുള്ളൂ, നിങ്ങളുടെ ഹൃദയത്തിന്റെ കാര്യം നിങ്ങൾക്കേ അറിയുള്ളൂ. ഈ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നെങ്കിൽ ഇതിന്റെ നടുവിൽ എന്തോ ഒരു കണക്ഷൻ അതിനകത്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ ഇപ്പൊ പറഞ്ഞങ്ങ് നിർത്തുക. നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? യേശുവിന്റെ സംഭാഷണത്തിനകത്ത് ഒന്ന്, ഒരാന്തരിക അഗ്നി വെളിപ്പെട്ടു. രണ്ട്, ഇവർ തമ്മിൽ ഒരാത്മീയ സംഭാഷണത്തിനകത്ത് കണക്റ്റായി. ആദ്യത്തെ സംഭാഷണം യേശുവിനെ കുറിച്ചാണെങ്കിലും അതൊരിക്കലും ഒരു സ്പിരിച്വൽ ടോക്ക് അല്ലായിരുന്നു, വാദമായിരുന്നു. പക്ഷേ ഈ സംഭാഷണം ആദ്യം ഒരാന്തരിക അഗ്നി ഇവരിൽ ക്രിയേറ്റ് ചെയ്തു. രണ്ട്, ഇവരുടെ ട്രാക്ക് മാറ്റി ആത്മീയ സംഭാഷണത്തിലേക്ക് കർത്താവ് ഇവരെ കൊണ്ടുവന്നു. നമ്പർ 3, ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്കകത്ത് ഇവരെ കർത്താവ് അലൈൻ ചെയ്തു. അലൈൻമെന്റ് ഒക്കെ തെറ്റിക്കിടക്കുമായിരുന്നു. കറക്റ്റ് ആ ഫാമിലിയെ കർത്താവ് മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടോ? നമ്പർ 4, ക്രിസ്തു തന്നെ ഇവരോട് സംസാരിക്കാൻ തുടങ്ങി. ആന്തരിക അഗ്നി എന്ന് പറയുന്നത് പഴയ നിയമകാലം മുതലുള്ളതാ. ആന്തരിക അഗ്നി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 39-ാമത്തെ സങ്കീർത്തനങ്ങൾ 39-ലാണ് നമ്മൾ ഈ തീ കാണുന്നത്. 39-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കി. 39-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം. എന്റെ ഉള്ളിൽ ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു. കണ്ടോ, ഞാൻ ഉരിയാടാതെ, എന്റെ ദുഃഖം കൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു. ഇവിടെയും ഇവരും അത് തന്നെ. ഇവരുടെ ദുഃഖം കൊണ്ടും തർക്കം കൊണ്ടും വേദന കൊണ്ടും വാദം കൊണ്ടും യേശുവിന്റെ മുമ്പിൽ വാടിയ മുഖത്തോടെ ഇരുന്നു. കണ്ടോ, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എന്റെ സങ്കടം പൊങ്ങി വന്നു, എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. കണ്ടോ, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു തുടങ്ങി. എന്റെ മാന്യ സുഹൃത്തെ, നീ ഇന്ന് ദുഃഖം കൊണ്ട് ഉരിയാടാൻ കഴിയാതെ ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തിന്റെ അഗ്നി നിന്റെ ഉള്ളത്തിൽ കത്തിയാൽ നിന്റെ നാവെടുത്ത് നീ ചില കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങും. സങ്കീർത്തനക്കാരൻ പറയാം, എന്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു. ഇന്ന് വിശ്വാസം തണുത്തിരിക്കുകയാണോ? വചനകേൾവി തണുത്തിരിക്കുകയാണോ? പ്രാർത്ഥന തണുത്തിരിക്കുകയാണോ? ദൈവമായിട്ടുള്ള ബന്ധം തണുത്തിരിക്കുകയാണോ? നിന്നെ ചൂട് പിടിപ്പിക്കുന്ന ഒരു തീ നിന്റെ ഭവനത്തിൽ കത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോഴാ ഇത് ക്ലെയോപ്പാവും ഭാര്യ അറിയുന്നത്. എടിയേ മറിയായേ, അവൻ നമ്മോട് വഴിയെ സംസാരിച്ചു തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊണ്ടിരുന്നപ്പോ നമ്മുടെ ഉള്ളിൽ മോനെ ശരിയായ ഹോളി സ്പിരിറ്റ് വീടിനകത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയ നിന്റെ ഭാര്യയിൽ കത്തുന്ന തീ നീയും, നിന്നിൽ കത്തുന്ന തീ നിന്റെ ഭാര്യയും തിരിച്ചറിയും. രണ്ടും കൂടെ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. അവിടെയാണ് ഉണർവ് സംഭവിക്കുന്നത്. അവിടെയാ പിശാചികൾക്ക് ഇരിക്കാൻ കഴിയാത്തത്. അവിടെയാ ദുഷ്ടക്കെട്ടുകൾ പൊട്ടി മാറുന്നത്. ഹോ, ആ യൂണിറ്റി ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടട്ടെ. ആ യൂണിറ്റി, ഇത് ഭാര്യയല്ല പറയുന്നത്, ഭർത്താവ് പറയും, എടി നമ്മുടെ ഉള്ളിൽ. അപ്പോ തിരുവെഴുത്തുകൾ ഇവരുടെ അകത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ ഭാര്യയുടെ ജീവിതത്തിൽ വന്ന മാറ്റവും ശരീരത്തിൽ വന്ന മാറ്റവും ഭർത്താവ് കണ്ടു. യേശു ഇവരോട് സംസാരിച്ചു തുടങ്ങിയപ്പോ ആന്തരിക അഗ്നി ഇദ്ദേഹത്തെ ക്ലെയോപ്പാവിന്റെ മേൽ കത്തിയത് ഭാര്യയും ശ്രദ്ധിച്ചു. ആ ശ്രദ്ധയാണ് ചോദിച്ചത്, എടി നിന്റെ പല മൂവ്മെന്റ്സ് ഞാൻ കണ്ടു, നിന്റെ പല ഇമോഷൻസ് ഞാൻ ശ്രദ്ധിച്ചു, നിന്റെ ഫേസ് ഞാൻ ശ്രദ്ധിച്ചു. ആ വന്ന വ്യക്തി തിരുവെഴുത്തുകളെ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ
നീ ആ പ്രസൻസ് ഫീൽ ചെയ്യുന്നത് ഞാൻ കണ്ടു. എനിക്കത് തോന്നി, നിന്നെ ദൈവ സാന്നിധ്യം തൊടുന്നുണ്ടെന്ന്. നിന്റെ അകത്ത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തീ നിനക്ക് കത്തുന്നുണ്ടെന്നും നീ ആ ദൈവ സാന്നിധ്യത്തിനകത്ത് ഈ ദൈവവചനം കേട്ടോണ്ട് നടക്കുന്നതെന്നും എനിക്ക് തോന്നി. ഇനി നീ പറ ഭാര്യയെ, അവൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ നിന്റെ അകത്ത് എന്റെ അകത്ത് കത്തിയതുപോലൊരു തീ കത്തിയില്ലായിരുന്നോ? അവൾ പറഞ്ഞു, കത്തിയായിരുന്നു അച്ചാ. എടി കാര്യം അത് വേറെ ഒന്നുമല്ല, അത് യേശു തന്നെ ഡയറക്ട്ലി വന്ന് നമുക്ക് സീക്രട്സ് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാ. ഇന്ന് രാത്രി കുഞ്ഞെ, യേശു നിന്നോട് സംസാരിക്കും. നീ വ്യക്തിപരമായി നിന്നോട് സംസാരിക്കും. നീ അണഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നീ ചതഞ്ഞ ഒരു ഓടയാണെങ്കിൽ, നീ പുകയുന്ന ഒരു തിരിയാണെങ്കിൽ, നിന്റെ പ്രകാശ പദം കത്തിക്കാൻ യേശു ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കും. നിന്റെ ഹൃദയത്തിനകത്ത് ഇന്ന് വരെ ഇല്ലാത്തൊരു തീ യേശുവിന് വേണ്ടി കത്തും. അതാ യഥാർത്ഥ ഉണർവ്. യഥാർത്ഥ ഉണർവ് അതാണ്. യേശുവിന്റെ സ്വരം കേട്ട് അകത്ത് തീ കത്തുന്ന ഒരു അനുഭവം, സുവിശേഷത്തിന് വേണ്ടി അകത്ത് തീ കത്തുന്ന ഒരു അനുഭവം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? ആ കൂട്ടായ്മയ്ക്കകത്ത്, യേശുവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്കകത്ത് വെളിപ്പെട്ട ആ മഹത്വം എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നു? യേശുവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് ആദ്യം അവർക്ക് ലഭിച്ചത് എന്തായിരുന്നു? ഒന്ന്, ആന്തരിക അഗ്നി. അതായിരുന്നു അവരിൽ കത്തിയത്. ആമേൻ. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 49-ാമത്തെ വാക്യത്തിലും പറയുന്നു, ഞാൻ ഭൂമിയിൽ വന്നത് തീയിടാനായിരുന്നു, അത് ഇപ്പോൾ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. ആത്മീയ ശക്തി നാളെ പ്രാപിക്കാന്ന് വിചാരിക്കല്ലേ. കർത്താവ് പറയുന്നത് ഇപ്പോൾ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. യേശു പറയുന്നതാ, ഞാൻ ഭൂമിയിൽ തീയിടാനാകുന്നു വന്നിരിക്കുന്നത്, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. ന്യായവിധിയുടെ കാര്യമാണ് യേശു പറയുന്നത്. എങ്കിലും നോക്കൂ, ദിവ്യ കൂട്ടായ്മ പ്രകാശപദം കത്തിക്കുന്നു, വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അതാ വൈഫും ഹസ്ബൻഡും തമ്മിൽ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ രണ്ടുപേരുടെ ജീവിതത്തിനകത്തും ഇതുപോലൊരു തീ ഉണ്ടെങ്കിൽ നിന്റെ വീടിനകത്തെ തർക്കം മാറിപ്പോകും. അതാ ക്ലെയോപ്പാവ് ചോദിച്ചത്. നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു സന്തോഷം തോന്നിയെന്നല്ല, ഒരു ഫ്രഷ്നെസ് തോന്നിയെന്നല്ല, കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഇതാ വേണ്ടത്. വചനം കേൾക്കുമ്പോ ഒരു കത്തല്, പ്രശ്നം വരുമ്പോ അണഞ്ഞു. വീണ്ടും ഒരു വചനം കേൾക്കുമ്പോ ഒരു കത്തൽ, അതല്ല, കത്തിക്കൊണ്ടേയിരുന്നു. കുഞ്ഞെ, ഞാനും നിങ്ങളും കർത്താവിന്റെ വരവ് വരെയും ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ കത്തിക്കൊണ്ടേയിരിക്കേണ്ടവരാ. മനസ്സിലായോ? അതിനകത്ത് വാദിച്ചുകൊണ്ട് കളയരുത്, തർക്കിച്ചുകൊണ്ട് കളയരുത്, പാപം ചെയ്തും വേണ്ടാതീനം പറഞ്ഞും ഈ ലഭിച്ച തീ കൊണ്ട് കളയല്ല. ഹല്ലേലൂയ. കുഞ്ഞെ, സാത്താന് നിന്നെ നോട്ടം ഉണ്ടെങ്കിൽ, പിശാചിന് നിന്നെ നോട്ടം ഉണ്ടെങ്കിൽ, പിശാചിന് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ പല ഇൻഫ്ലുവൻസ് നിന്റെ ജീവിതത്തിൽ ചെലുത്തും. നിന്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് എന്താണോ അതിനെ സാത്താൻ ചൂഷണം ചെയ്യും. ആ വീക്ക് പോയിന്റിന്റെ മേലുള്ള സംഗതികൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് അവൻ ഓക്കെ, നിങ്ങൾക്ക് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അവന്റെ വീക്ക് പോയിന്റ്സ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് അവന്റെ മെയിൻ അജണ്ട നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാനായിട്ട് ശത്രു ശ്രമിക്കും. എന്നാൽ ഇന്ന് രാത്രിയിൽ യേശുവുമായി ആ ഒരു സംഭാഷണത്തിന് ഭാഗ്യം പോലെ ഇന്ന് ഈ രാത്രിയിൽ കർത്താവ് നമുക്ക് ഭാഗ്യം തരികയാണ്. ആ പഴയ സ്നേഹത്തിലേക്ക് ദൈവം നിന്നെ ഇന്ന് രാത്രി കൂട്ടിവരുത്താൻ പോകുക. നിന്റെ ഭവനത്തിനകത്ത് എന്റെ യേശു പ്രവേശിക്കുന്ന ദിവസം, നിന്റെ ഭവനത്തിനകത്ത് യേശു പ്രവേശിക്കുന്ന ദിവസം, നിന്റെ വീടിനകത്ത് യേശു പ്രവേശിക്കുന്ന ദിവസം അവനിൽ നിന്ന് നീ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഈ തിരുവെഴുത്ത് നീ അവനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ണ് തുറക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി തിരുവെഴുത്ത് അവനിൽ നിന്ന് നീ കേട്ടിട്ടോ തുറക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രിയിൽ ഈ തിരുവെഴുത്ത് നീ അവനിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇന്ന് കത്തുക തന്നെ ചെയ്യും, കത്തുക തന്നെ ചെയ്യും, കത്തുക തന്നെ ചെയ്യും. കമാൺ, പ്രാർത്ഥിച്ചേ ദൈവമക്കളെ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എന്റെ ജീവിതത്തിൽ തർക്കം കൊണ്ടല്ല എനിക്ക് യേശുവിനെ തെളിയിക്കേണ്ടത്, തർക്കം കൊണ്ടല്ല എനിക്ക് യേശുവിനെ തെളിയിക്കേണ്ടത്. എന്റെ ജീവിതത്തിന്റെ മാറ്റം കണ്ട്, എന്റെ ജീവിതത്തിന്റെ തീ കണ്ട്, എന്റെ ജീവിതത്തിലുള്ള ദൈവാനുഭവം കണ്ട് എന്നെ തിരിച്ചറിയട്ടെ. ദൈവം സത്യദൈവം, ഞാൻ അഭിഷേകത്തോട് ആരാധിക്കുന്ന ഒരു വംശമെന്ന് എന്റെ സ്വഭാവം കണ്ട്, എന്റെ ചിന്ത കണ്ട്, എന്റെ പ്രവൃത്തി കണ്ട്, എന്റെ സംഭാഷണങ്ങൾ കണ്ട്, എന്റെ ആറ്റിറ്റ്യൂഡ്സ് കണ്ട് ലോകം തിരിച്ചറിയട്ടെ. നീ ഉപദേശിക്കാൻ പോകണ്ട, നീ തർക്കിക്കാൻ പോകണ്ട, നീ വാദിക്കാൻ പോകണ്ട. കർത്താവ് നിനക്ക് വേണ്ടി സംസാരിക്കും. ദൈവം താങ്കൾക്ക് വേണ്ടി ഇന്ന് രാത്രി സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ആ തീ ദൈവം നിന്റെ മേൽ പകരുകയാണ്. ഇന്ന് സ്വീകരിക്കാൻ താങ്കൾ തയ്യാറാണെങ്കിൽ ആ തീ താങ്കളുടെ മേൽ പരിശുദ്ധാത്മാവ് പകരുകയാണ്. സ്വീകരിക്കാൻ താങ്കൾ തയ്യാറാണെങ്കിൽ കമാൺ, പുതിയ കൃപ വേണം കർത്താവേ, ഇതല്ല പുതിയൊരു കൃപ എനിക്ക് വേണം എന്നാഗ്രഹിക്കുന്നവന്റെ മേൽ ഈ അഭിഷേകം വെളിപ്പെടുത്താനുള്ളൊരു തീ ദൈവം നിന്റെ മേൽ പകരുകയാണ്. കമാൺ, റിസീവ് ഇറ്റ്. Yes. Libra kategosh kiamderi albasiamdera ral brakategosh dikaba ral mahasia libra katelogos ribra telogos. Oh Jesus, hallelujah. Hura mama shantele labra bashathelege Rima mama shikena. Oh Jesus, Holy Spirit, Holy Spirit. ആത്മാവ് ചിലരെ ശക്തിയോടെ തൊടുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിയോടെ തൊടുന്നു. ഹോ റാബാ ശാഥാലാബ ഹോ റിമാമാസ്കേലിയാംദേ. പ്രാർത്ഥിച്ചേ, ദൈവാത്മാവ് ശക്തിയോടെ ചിലരുടെ മേൽ ഇന്ന് രാത്രി തീ പകരാൻ ആഗ്രഹിക്കുകയാണ്. തീ പകരാൻ കത്തിക്കൊണ്ടിരുന്ന നിന്റെ ആത്മീയ ജീവിതത്തെ അണച്ചു കളഞ്ഞ തർക്കങ്ങൾ, കത്തിക്കൊണ്ടിരുന്ന നിന്റെ ആത്മീയ ജീവിതത്തെ പറഞ്ഞു ബന്ധിച്ച ചില വാക്കുകൾ, കത്തിക്കൊണ്ടിരുന്ന നിന്റെ ആത്മീയ ജീവിതത്തെ വെള്ളം കോരി കെടുത്തിക്കളഞ്ഞ ചില സംഭവങ്ങൾ എല്ലാം ദൈവം ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യുക. നിന്നെ കത്തിക്കാൻ പോവുക. നിന്നെ ദൈവരാജ്യത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് കത്തിക്കാൻ പോവുക. നിന്നെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ദൈവം നിന്നെ കത്തിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് നിന്നെ കത്തിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കട്ടെ. യൂട്യൂബിൽ കാണുന്ന ദൈവമക്കളെ, ആഗ്രഹിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ വ്യാപരിക്കട്ടെ. ഓ ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾ കരുള, ഇത്ര മഹത്വമുള്ള പദവിയെ
ഈ പുഴുക്കൾ കരുളാ പാർത്രതയേതുമില്ലേ കൃപയ്ക്കാഭി വന്ദനം ചെയ്തിടുന്നേ. ഓ അല്ല, ശരിക്കൊന്ന് ചോദിച്ചേ, ഈ കൃപയൊക്കെ സ്വീകരിക്കാൻ ഇതെല്ലാം കൃപയല്ലേ? കർത്താവ് തന്ന കൃപയല്ലേ? ഈ കൃപയ്ക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൃപയ്ക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൃപയ്ക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പിതാവേ, ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത ഓരോ ദൈവജനത്തിൻ്റെ ജീവിതത്തിലും വലിയ ദൈവമഹത്വം അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. ഈ ജനത്തെ അവിടുന്ന് അനുഗ്രഹിച്ചാണ്ട് ഇന്ന് വിവിധ വിഷയങ്ങളാൽ ഭാരങ്ങളാൽ ഞങ്ങളെ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്ന ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ചല്ലോ, അവരോട് ദൈവാത്മാവ് ഇടപെട്ടല്ലോ. ആയതിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ ജീവിതങ്ങളെ അവിടുന്ന് മാനിച്ചാലും അനുഗ്രഹിച്ചാലും സ്വസ്ഥത നൽകിയാലും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പ് മുഖേനയും ഫോൺ കോൾസിലൂടെയും ഞങ്ങളുടെ ഈ നമ്പറിൽ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഫോണിൽ കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഒട്ടുമിക്ക സമയങ്ങളിലും കിട്ടും, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലും ഞങ്ങളെ ബന്ധപ്പെടാം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്ന ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൽ നിങ്ങളെ ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. രാവിലെയും വൈകുന്നേരവും നമുക്കിതിനകത്ത് ലൈവ് മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനും ദൈവകൃപ പ്രാപിക്കാനും കൂടുതൽ ദൈവവചനം പഠിക്കാനും ഒക്കെ അവസരങ്ങളുണ്ട്. നിങ്ങളത് പരമാവധി പ്രയോജനപ്പെടുത്തിയാട്ടെ. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നമുക്ക് ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സഹവാസവും ഇന്ന് ഇത്രയും സമയം ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത ഓരോ ദൈവമക്കളോടും കേട്ട വചനത്തോടും സകല വിശുദ്ധന്മാരോടും ഇന്നുമെന്നും കർത്താവിൻ്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ചെയ്തു നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് അടുത്ത ദിവസം രാവിലെ മുതലുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും സബ്സ്ക്രൈബ് ചെയ്താൽ. മറ്റുള്ളവർക്കും കൂടെ ഈ സന്ദേശം നിങ്ങൾ അയച്ചു കൊടുത്താൽ അവർക്കും ആ ദൈവവചനം കേൾക്കാനും പഠിക്കാനും ഒക്കെ ഭാഗ്യമുണ്ടാവും. കർത്താവിനോട് കൂടുതൽ അടുക്കാനും ഒക്കെ സാധിക്കും. ചെറിയൊരു ഷെയറിങ്ങിലൂടെ നമുക്ക് ദൈവവചനം അറിയിക്കാമല്ലോ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇത്രയും സമയം യൂട്യൂബിലും സൂമിലും ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ.